ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ തടിപിടി എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നോക്കാം. നമ്മൾ തൊഴിലുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. തൊഴിലുമായി ഭാഷയ്ക്ക് വേറെയും ബന്ധമുണ്ട്. ഈ കവിത ചൊല്ലി നോക്കൂ. തടിപിടി എന്നതാണ് കവിതയുടെ പേര്. ഏലേ മാലിയെ ഐസ, ഇലയിട്ട തടിയെ ഐസ, പൂവിട്ട കുരുവി ഐസ, കായിട്ട മരമേ ഐസ, ഇലയിട്ടു പൂവിറ്റു കായിട്ടു നിന്ന കാട്ടിലെ തടിയെ ഐസ, ഒത്തുപിടിച്ചാൽ ഐസ, മലയും പോരും ഐസ, ഒറ്റക്കായാൽ ഐസ, എലിയും പോരാ ഐസ, ഒത്തുപിടിച്ചാൽ മഹാബലം, ഒറ്റക്കായാൽ പരാജയം. കാവാലം നാരായണ പണിക്കർ എഴുതിയതാണ്. കാക്കത്തൊള്ളായിരം എന്നതിലെ ഒരു കുഞ്ഞു ഭാഗമാണ് ഇത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ തടി എടുക്കുന്ന ഒരു രംഗമാണ് തന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് പറയുന്ന ഒരു പാട്ടാണ് അല്ലേ. തടി പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് അവർ പാടുന്നതാണ്. കൂട്ടമായിട്ട് പാടുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും ഒറ്റക്കായി കഴിഞ്ഞാൽ പരാജയം ലഭിക്കുമെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുമുണ്ട്. ആദ്യം നമുക്ക് കവിതയുടെ ആശയം നോക്കാം. ഒത്തൊരുമിച്ചാൽ മലയും പോരും. ഒത്തൊരുമിച്ച് ചെയ്താൽ എത്ര കഠിനമായ ജോലിയും നമുക്ക് തീർക്കാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ബലം ഉണ്ടാവില്ല, പരാജയമായിരിക്കും ഫലം. ഒരുമയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ചോദ്യമാണ്. പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന പാട്ടാണിത്. എന്താണ് അവർ ചെയ്യുന്ന പണി? എന്താണ്? ഭാരമുള്ള തടികൾ ലോറിയിൽ കയറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഭാരമുള്ള തടികൾ ലോറിയിൽ കയറ്റുന്നു. രണ്ടാമത്തെ ചോദ്യം, എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്? എന്തിനാണ്? ഒത്തിരി അധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അധ്വാന ഭാരം കുറക്കാൻ പാട്ടുകൾ പാടാറുണ്ട്. പാടുമ്പോൾ അവർ ജോലിഭാരം മറക്കുന്നു. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. ചെയ്യുന്ന ജോലി പ്രയാസമുള്ളതാണെങ്കിലും എളുപ്പമുള്ളതായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പാട്ട് പാടുന്നത്. അപ്പോൾ ഇതുപോലെ അധ്വാന ഭാരം കൂടുതലുള്ളവർ കൂട്ടമായി ചെയ്യുന്ന ജോലികളാണെങ്കിൽ നമ്മൾ ഇതുപോലെ പാട്ടുകളൊക്കെ പണ്ട് പാടാറുണ്ട്. അടുത്ത ചോദ്യം, ഈ കവിത സംഘമായി അഭിനയിച്ചു ചൊല്ലൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ക്ലാസ്സിൽ കൂട്ടുകാരും ഒത്തിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പാട്ട് നിങ്ങൾ അഭിനയിച്ചിട്ടൊന്ന് ചൊല്ലി നോക്കുക. ഓരോ വരിയിലും എന്താണോ പറയുന്നത് ആ രീതിയിൽ അഭിനയിക്കുക, എന്നിട്ട് ചൊല്ലി നോക്കുക. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം, പണിയെടുക്കുമ്പോൾ പാടുന്ന മറ്റേതെങ്കിലും പാട്ടുകൾ അറിയാമോ? അത്തരം പാട്ടുകൾ കൂട്ടമായി പാടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ വയലിലൊക്കെ പണി ചെയ്യുന്ന ആളുകളില്ലേ, അവരൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലേ കണ്ടത്തിൽ ഞാറു നട്ടു, ഞാറും കുത്തി കയറി വരുമ്പോൾ എന്നാലും തമ്പ്രാനു തീണ്ടലാണേ. ഒന്നുകൂടെ പാടാം. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലേ കണ്ടത്തിൽ ഞാറു നട്ടു, ഞാറും കുത്തി കയറി വരുമ്പോൾ എന്നാലും തമ്പ്രാനു തീണ്ടലാണേ. ഇതുപോലെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് കിട്ടുന്ന അത്രയും പാട്ടുകൾ ശേഖരിച്ച് എഴുതി നോക്കുക. അടുത്ത ചോദ്യം, ഈ കവിതയിലെ സന്ദേശമടങ്ങുന്ന വരികൾ കണ്ടെത്താമോ? ഇതേ സന്ദേശമടങ്ങിയ മറ്റു ചൊല്ലുകൾ കണ്ടെത്തൂ. ഏതാണ് വരി എന്ന് പറയുന്നത്? അവസാനത്തേതാണല്ലേ. ഒത്തുപിടിച്ചാൽ ഐസ, മലയും പോരും ഐസ എന്ന് പറയുന്ന ആ 2 വരികളാണ് ഉള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണ്? ഒരുമ തന്നെ പെരുമ, ഒത്തൊരുമിച്ചാൽ മലയും പോരും, പല തുള്ളി പെരുവെള്ളം, മത്യം മഹാബലം. ഇതൊക്കെ ഇതിലുള്ള പഴഞ്ചൊല്ലുകളാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള കുതിര കെട്ടിക്കിളി എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.